വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മളെല്ലാവരും ഇതാ എക്സാമിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. ഓണോ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ദിവസമായിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ EVS നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, ജലവും മണ്ണും, വാട്ടർ ആൻഡ് സോയിലാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പേര് പോലെ തന്നെ വാട്ടറിനെ പറ്റിയും സോയിലിനെ പറ്റിയുമാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മക്കളെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ജനറലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. സോ നമുക്ക് നോക്കാം, പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ചോദ്യം? ഹൗ ഡു വാട്ടർ ബോഡീസ് ബിക്കം പൊല്യൂട്ടഡ്? അല്ലെ, എങ്ങനെയാണ് നമ്മുടെ ജലാശയങ്ങളെല്ലാം മലിനമാകുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്. ചുറ്റുപാടൊക്കെ നിരീക്ഷിച്ചാൽ തന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജലാശയങ്ങൾ മലിനാവുന്നില്ലേ ഇല്ലേ. ഇപ്പൊ ഏറ്റവും ചെറിയൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് മാലിന്യങ്ങളൊക്കെ പുറത്തേക്കൊക്കെ എത്ര നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളെങ്കിലും വലിച്ചെറിയാറുണ്ട് അല്ലേ. അതൊക്കെ ഈ പറയുന്ന ജലാശയങ്ങളിൽ എത്തുന്നത് ഒരു കാരണമാണ്. ഇതേപോലെ ഒരുപാട് കാരണങ്ങൾ ഇതിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അത് നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടേതായ ഭാഷയിൽ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ മക്കളെ നമുക്ക് പറയാൻ പറ്റും? ഒരു കാര്യം എന്താണ്, ഡംപിങ് ഗാർബേജ് ഇൻ ടു വാട്ടർ ബോഡീസ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത്. വാഷിംഗ് ക്ലോത്ത്സ്, വെഹിക്കിൾസ് അല്ലേ, നമ്മൾ എന്താണ് വസ്ത്രങ്ങൾ അലക്കുന്നതായിക്കോട്ടെ, വാഹനങ്ങൾ കഴുകുന്നതായിക്കോട്ടെ, ആനിമൽസിനെയൊക്കെ കുളിപ്പിക്കുന്നതായിക്കോട്ടെ. ഈ സമയത്തൊക്കെ ഒരുപാട് ഡിറ്റർജൻറ്റ് പോലെയുള്ള അതൊക്കെ കെമിക്കൽസ് ആണ് അല്ലേ. ഇതൊക്കെ എന്ത് ചെയ്യാണ്, ജലാശയങ്ങളിൽ കലരുവാണ് ചെയ്യുന്നത്. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഫാക്ടറി വേസ്റ്റ് അല്ലേ, നമ്മൾ ഈ പറയുന്ന പോലെ ഫാക്ടറിയിൽ നിന്നുള്ള ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ, രാസമാലിന്യങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്. അതുപോലെ സീവേജ് ഫ്രം റെസിഡൻഷ്യൽ ഏരിയ, നമ്മൾ കുറേ പേര് താമസിക്കുന്ന ഒരു സ്ഥലത്ത് അഴുക്കുചാലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ അതിലൊക്കെ അവസാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജലാശയത്തിലായിരിക്കും. അങ്ങനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, മലിനമാവുന്നുണ്ട്. ആൻഡ് ഓവർ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. എന്താ പെസ്റ്റിസൈഡ്? അപ്പോൾ മക്കൾ വിചാരിക്കും ഇത് എന്താ മിസ്സേ വലിയ വലിയ വാക്കുകൾ. ഒന്നുമില്ലടാ, നമ്മുടെ രാസവളങ്ങളും അതുപോലെ തന്നെ കീടനാശിനികളും ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്താണ്, നമുക്ക് പ്രശ്നമാണ് അല്ലേ, ജലാശയങ്ങൾക്ക് പ്രശ്നമാണ്. അതുപോലെ എന്തെങ്കിലും കാരണവശാൽ എണ്ണ ചോർച്ചയോ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലേ, അമ്ലമഴ. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഓരോ റീസൺസ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ, ഇതിൽ നിങ്ങളോട് 1, 2, 3 പോയിന്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഓർമ്മയുണ്ടാവില്ലേ. അങ്ങനെ രീതിയിൽ വേണം നമ്മൾ എഴുതി പഠിക്കാനായിട്ട്. ബൈ ഹാർട്ട് ചെയ്യല്ല, പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് മിസ് നിങ്ങളടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് എന്ത് ചെയ്ത് നോക്കണം. ഈ പോയിന്റ് പറയാൻ മക്കൾക്ക് കിട്ടും, അത് മിസ്സിനറിയാം. നിങ്ങൾക്ക് അതൊക്കെ ചെറിയ രീതിയിൽ എഴുതാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതോടൊപ്പം തന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, റൈറ്റ് യുവർ സജഷൻസ് ടു പ്രിവെന്റ് വാട്ടർ പൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു ജലം മലിനീകരണപ്പെടുന്നുണ്ട് അല്ലേ, ജലം ഇങ്ങനെയൊക്കെ എന്താണ് മലിനമാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ്, നിർദ്ദേശങ്ങൾ പറയാൻ പറ്റുമോ അല്ലേ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് ബോധവൽക്കരണം നടക്കുക, അവയർനെസ് വേണം. കാരണം ജലമലിനീകരണം കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെ, ഇതൊക്കെ നമുക്ക് ദോഷമായിട്ട് വരും എന്നുള്ളൊരു ബോധം എല്ലാവർക്കും വേണ്ടേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടുത്ത കാര്യങ്ങൾ ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, ഒരു മാലിന്യവും എന്ത് ചെയ്യാതിരിക്കുക, ഇങ്ങനെ വലിച്ചെറിയാതിരിക്കുക, നമ്മുടെ ജലാശയങ്ങളിൽ കൊണ്ടുപോയിട്ട് തള്ളാതിരിക്കുക, കീടനാശിനികളും രാസവസ്തുക്കളും ഒന്നും അമിതമായിട്ട് ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക, റെഡ്യൂസ് പ്ലാസ്റ്റിക് യൂസ് ആൻഡ് യെസ് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡിസ്പോസൽ എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള രീതിയിൽ, കൃത്യമായിട്ടുള്ള രീതിയിൽ, ശാസ്ത്രീയമായിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ വലിച്ചെറിയുന്ന പരിപാടിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കുക, എല്ലാവർക്കും ജലം വേണം. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ വാട്ടർ എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, നമുക്ക് പറ്റില്ല. നമുക്കറിയാം ഈ പെയ്യുന്ന മഴവെള്ളമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോയിലൂടെ, നമ്മുടെ മണ്ണിലൂടെ അരിച്ചിറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ജലാശയങ്ങളിലും മറ്റെന്താണ് ഇപ്പോൾ കിണർ പോലെയുള്ള ജലാശയങ്ങൾ അല്ലെ, ജലസ്രോതസ്സുകൾ, വാട്ടർ റിസോഴ്സില്ലേ, അവിടെയൊക്കെ എത്തിച്ചേരുന്നത്. അപ്പോൾ മണ്ണിലൂടെ ഇങ്ങനെ അരിച്ചിറങ്ങുന്ന സമയത്ത് ഇത് നാച്ചുറലായിട്ട് എന്ത് ചെയ്യാണ്, ഫിൽട്ടർ ചെയ്യപ്പെടുകയാണ്. ഇതിനകത്തുള്ള കുറേ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടുന്നത് ക്ലിയർ വെള്ളം അല്ലേ, തെളിഞ്ഞ വെള്ളം, ക്ലിയർ വാട്ടർ ആണെങ്കിൽ പോലും ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈ പറയുന്ന മാലിന്യങ്ങളൊക്കെ തള്ളുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വെള്ളം ചിലപ്പോൾ കളറൊന്നും മാറിയിട്ടില്ലെങ്കിൽ പോലും അതിനകത്ത്
അതിനകത്ത് അണുക്കളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് തിളപ്പിച്ചിട്ട് ആറിയിട്ടുള്ള വെള്ളം മാത്രം അല്ലേ, അതായത് നന്നായിട്ട് തിളപ്പിക്കുക, എന്നിട്ട് തണിഞ്ഞാൽ മതിയല്ലോ, നമുക്ക് ചൂടോടുകൂടി കുടിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ തിളപ്പിച്ച് അത് തണിഞ്ഞിട്ടുള്ള ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. കാരണം തിളപ്പിക്കുന്ന സമയത്ത് ഒരുപാട് മാലിന്യങ്ങൾ, അണുക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മക്കൾ ശ്രദ്ധിക്കുക. സോ അത്രയും കാര്യങ്ങളാണ് മിസ്സിന് പറയാനുള്ളത്. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പല രീതിയിൽ. എന്നാൽ എല്ലാത്തിൻ്റെയും ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. സോ അടിപൊളിയായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.